ഈ പാതിരാത്രിയിൽ എന്നെ പറഞ്ഞു വിടരുത് ചേട്ടാ. രാജന്റെ കണ്ണിൽ തീ പാറി. വഞ്ചകി, നീ പോയില്ലെങ്കിൽ ചവിട്ടി പുറത്താക്കും. എന്റെ കഥാപാത്രത്തെ ചവിട്ടി പുറത്താക്കാൻ എനിക്കറിയാം. നിന്നെ ചവിട്ടി പുറത്താക്കുന്ന കാര്യമാണ് പറഞ്ഞത്. മനുഷ്യൻ ഉറങ്ങണം. ലൈറ്റ് ഓഫ് ചെയ്ത് കിടക്കണേ. നോവലിസ്റ്റ്. നിനക്ക് പകലിരുന്ന് എഴുതിക്കൂടെ? പകൽ ആമ്പിള്ളേരുടെ നോവല് കുത്തിയിരുന്ന് വായിച്ചിട്ട് വേണ്ടേ അവന് രാത്രിയിൽ ഉണ്ടാക്കാൻ? എഴുതി കൂട്ടിക്കോട്ടെ ഏട്ടാ. ഞാൻ ഇതെല്ലാം കൂടി തൂക്കി വിറ്റേ ഒരു ഷഡ്ഡി മേടിക്കാം. തൂക്കാമെന്നാ നിന്റെ അന്ത്യം മരണമായിരിക്കും. കീടനാശിനി എത്തിയെന്ന് തോന്നുന്നു. പോയി തുറന്നുകൂടെ. ഒന്ന് പോയി തുറക്കടാ. ഞാൻ ഉറങ്ങിയിട്ട് 1.5 മണിക്കൂറായി. കേശവേട്ട ഒന്ന് തുറക്ക. കേശവേട്ടാ, വാതിൽ ഇവിടെ കൊണ്ടുപോവാ, തുറന്നു തരാം. ഒരു വാതിലടഞ്ഞാൽ മറ്റൊരു വാതിൽ തുറക്കും. ഒന്ന് മിണ്ടായിരിക്കണോ? ഇടോ, തമ്പയം തുറന്നു കൊടുക്ക്. പിന്നെ എനിക്ക് വരെ പണിയുണ്ട്. ഉറക്കം വരാത്തത് എന്തുകൊണ്ട്? രാത്രി കയറി വന്നോ? എന്തുകൊണ്ട്? ഞാൻ കണ്ടുപിടിക്കില്ലെന്ന് കരുതിയല്ലേ? ഇത് ഞാനല്ല. പക്ഷേ ഇത് ഞാൻ തന്നെയാണ്. ഇവൻ പോയില്ലേ? ചാണകം ഉണ്ടാ ഉണ്ടേം ചെണ്ടയൊക്കെ അവിടെ ഇരിക്കട്ടെ. എന്നെ പറ്റിച്ചിട്ട് മുങ്ങാന്ന് കരുതിയല്ലേ? എങ്ങോട്ടായി പോക്ക്? ഇനി മുതൽ ഞാനിവിടെ ഉണ്ടാവും. ഈശോയെ, ഒരു കണക്കിനെ ഒഴിവാക്കിയത്. ഇനി മരണത്തെ എന്ത് ചെയ്യും? അപ്പൊ നിങ്ങൾ എന്നെ പറഞ്ഞു വിടാനുള്ള പരിപാടി ആലോചിക്കുകയാണല്ലേ? ഏതായി പയ്യൻ? എന്റെ അച്ഛന്റെ അനിയൻ. ഓ, ആ. എപ്പ എത്തി? എത്തിയതല്ല, വലിഞ്ഞു കേറിയതാ. അള്ളിന് നാളെ വെക്കാം. ഏതായി കുട്ടി? പഞ്ചർ ബ്രദേഴ്സിന്റെ തിരക്കിട്ട വർക്കിനിടയ്ക്ക് ഇവന്റെ കാലിൽ ഒരു മുള്ളു കയറി. മുള്ളല്ല, അള്ള. അതെ, അല്ല. അപ്പൊ തന്നെ ഐസ്ക്രീം മേടിച്ചു കൊടുത്ത് പറഞ്ഞു വിട്ടതാ ഇവനെ. ഇവിടെ ചുറ്റിപ്പറ്റി നിൽക്കാതെ വേഗം സ്ഥലമിടാൻ നോക്ക്. എങ്ങോട്ട്? നിന്റെ വീട്ടിലോട്ട്. എനിക്ക് വീടില്ല. ആ, വീട്ടിലെ പോയി ലോണിന് അപേക്ഷിക്കും. അല്ല, ഈ 12 വയസ്സായ കുട്ടിക്ക് വീട് വെക്കാൻ ലോൺ കൊടുക്കുവോ സാറേ? അയ്യോ. അപ്പൂപ്പ, ഈ രാത്രി ഞാൻ എവിടെ പോവാനാ? കൊച്ചു കുഞ്ഞല്ലേ, ഇന്നത്തേക്ക് ഇവിടെ കിടക്കട്ടെ. നാളെ കാലത്ത് പറഞ്ഞു. താങ്ക് യു അപ്പൂപ്പ. അപ്പൂപ്പൻ. അതെന്റെ കിടക്കാണ്. എടാ കുട്ടിപ്പീശാചേ, നീ താഴെ ഇറങ്ങി കിടക്ക്. നിലത്ത് കിടന്നാലേ എനിക്ക് തണുക്കും. അയ്യോ. പിന്നെ ഉറക്കത്തിൽ ചിലപ്പോ ഞാൻ മൂത്രം ഒഴിക്കും. ഭണ്ഡാരമടങ്ങാൻ. അതെ, ആ ചെറുക്കൻ മൂത്രം ഒഴിക്കുള്ളു. ഞാനുണ്ടല്ല. മോളെ ഉമേ, സത്രത്തിലേക്കുള്ള ചായ. ഞാൻ കൊണ്ട് കൊടുക്കാം. വേണ്ട, നീ പോകണ്ട. ആ മോളെ, ആ പറ്റുകാശിന് തന്നേക്കാൻ പറയും. ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. നാണോ ഇല്ലാത്തമാരാ. ഞാൻ വേണമെങ്കിൽ പോയി ഇടിച്ചു വാങ്ങിക്കാം. നിന്നെ കൊണ്ട് ഇടിക്കാനല്ലല്ലോ, കഴിക്കാനല്ലേ പറ്റൂ. പൊടി. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അല്ല, ഇന്ന് മോള് നേരത്തെയാണല്ലോ. എല്ലാവരും ഒന്നിച്ച് കിട്ടണമെങ്കിൽ നേരത്തെ വരണം. ഇവിടെ കൃത്യമായി കാശ് തരുന്ന ഒരേ ഒരാൾ അങ്കിള് മാത്രമേ ഉള്ളൂ. ഹലോ, എന്നും ചായ കുടിക്കുന്നുണ്ടല്ലോ. കാശൊന്നും ഇല്ലേ? ജോലി കിട്ടുമ്പോ തരാം. അപ്പൊ പിന്നെ ഈ ജന്മത്തിൽ പ്രതീക്ഷിക്കണ്ട. എടോ കീടം, മാഡം, പറ്റൊരുപാടായേ. ഇവിടെ വിഷം മേടിക്കാൻ പോലും കാശില്ല മക്കളെ. പഞ്ചാര അല്പം കൂടുതലാണ്. എന്താണ് ഇവിടെ രണ്ടുപേരും കൂടി പരിപാടി? നീ എന്റെ മണ്ടക്ക് കീടടിച്ചാണ്ടല്ലോ. എല്ലാവരും കേൾക്കാൻ വേണ്ടി വായിക്കുകയാണേ. എന്തുകൊണ്ട് 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 26 പഞ്ച് ബ്രദേഴ്സ് 306. മനുഷ്യനെ കിടത്തി ഉറക്കത്തില്ലല്ലോ. അവിടെ ഒരു മുടിഞ്ഞ ചായപ്പറ്റ്. അല്പമെങ്കിലും അന്തസ്സുണ്ടെങ്കിൽ ആ പറ്റിങ്ങി താ. തരാനുള്ള കാശ് പിന്നെ തരാം. ഇപ്പോഴത്തെ ചായയുടെ കാശ് പറ്റിലെഴുതിക്കും. ചേച്ചി, എനിക്കൊരു ചായ. ഇതാരാ? ചേട്ടന്റെ മോനാ? പെണ്ണും പെടക്കോഴിയൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട്. കേട്ടോടാ, നീ കാരണം ഈ പെങ്കൊച്ചിന്റെ മുമ്പിൽ എന്റെ ഇമേജ് കംപ്ലീറ്റ് പോയില്ലേ? ഇനി ഒരു നിമിഷം കൂടെ കണ്ട ഒരു പിശാച് ഒന്ന് പോയി താ കൊച്ചെ. വേഗം പൊക്കോളൂ നീ. കൊച്ചേ, കയ്യിലെ കാശ് വായിലെ ദോശ. അതുകൊണ്ട് ആർക്കും കടം കൊടുക്കരുത്. എന്താ നിന്റെ ഉദ്ദേശം?
പച്ച പാതിരയല്ലേ കൊച്ചു കുട്ടിയല്ലേ എന്ന് കരുതിയാണ് ഇന്നലെ ഇവിടെ കയറ്റിക്കെടുത്തിയത്. ഇനി ഇവിടെ തന്നെ കൂടാൻ നോക്കണ്ട. എന്തിനാ ഞങ്ങൾക്കൊരു ഭാരമായി മാറുന്നത്? നിന്റെ ഊരും പേരും പറ, ഞാൻ അവിടെ കൊണ്ടാക്കാം. എടാ നിന്നോടാ ചോദിച്ചേ? ഞാൻ അനാഥന. അന്ന് നിന്നോടൊപ്പം കണ്ട ഹിടുമ്പിയും അവരെന്റെ ആരും അല്ല. പോകാൻ വേറെ ഇടയില്ലഞ്ഞിട്ടാ ഞാൻ അവരുടെ കൂടെ കൂടി. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഞാനങ്ങ് പോയേക്കാം. അനാഥനാണെന്ന് നീ പറഞ്ഞ സത്യമാണോ? ആരും ഇല്ലാത്തവർക്ക് എല്ലാവരും ഉണ്ടാവുന്ന ഒരു കാലം വരും മോനെ. അച്ഛൻ, അമ്മ, ജ്യേഷ്ഠൻ, അനിയൻ, അനിയത്തി, അങ്ങനെ എല്ലാവരും. മോനൊരിടത്തും പോണ്ട. അതെ, ആ പയ്യന് ഇവിടുന്ന് പറഞ്ഞുവിടാൻ വേറൊരു പണിയുണ്ട്. എന്താടാ? രാത്രി ഉറങ്ങുന്നതിന് മുൻപ് പുഴുങ്ങിയ താറാമുട്ടയും ചാളയും കൂടെ വായിലിട്ട് ചവച്ചിരച്ച് നനഞ്ഞ തുണി കൊണ്ട് വായ മൂടി കെട്ടിക്കിടന്ന് ഉറങ്ങുക. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് വായിൽ കെട്ടഴിച്ച് മാറ്റി പയ്യനെ വിളിച്ചു വരുത്തി മോനെ എന്ന് വിളിച്ചാ മതി, അവന് ജില്ല വിട്ട് ഓടിക്കോളും. അതിന് മുട്ടയും ചാളെ വേസ്റ്റ് ആക്കണമെന്നില്ല. പിന്നെ നീ ആ പയ്യനെ വെറുതെ അടുത്ത് വിളിച്ചിരുത്തി മോനെ എന്ന് വിളിച്ചാ മതി. പിന്നെ ആ പയ്യൻ തട്ടിപ്പോവാണ്ട് നോക്കണം. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ആശാനെ, ഇവനെ പറഞ്ഞു വിടലില്ലേ? ഇവനെ പറഞ്ഞു വിടുന്നില്ല. ആശാനെ, മിണ്ടരുത്. അല്ല അത് ഇന്ന് മുതൽ ഇവൻ നമ്മളിൽ ഒരു അംഗമാണ്. ഞാൻ ഒന്നും കാണാതെ ഒരു കാര്യം തീരുമാനിക്കില്ല എന്ന് അറിയാലോ. ആശാനെ, എങ്കിലും പങ്കിലും ഒന്നുമില്ല. ആർക്കെങ്കിലും വിരോധം ഉണ്ടെ കൈവക്കാം. എന്താ ഇന്നത്തെ ചായ കലക്കി. ഇത് പറയാനാണ് ഓടി വന്നത്? ഇന്നത്തെ പെർഫോമൻസും കലക്കി. പെണ്ണുങ്ങളായാൽ ഇങ്ങനെ വേണം. എങ്ങനെ? അല്ല ഇങ്ങനെ. ഓ, വളരെ നന്ദി. താങ്ക്സ്. പറ്റി തീർക്കാതെ നിങ്ങളെ പറ്റിക്കുന്നവരോട് ഇങ്ങനെ തന്നെ പറയണം. എല്ലാം ദരിദ്രവാസികളാ. അപ്പൊ ഈ പറയുന്ന ആളോ? അത് പിന്നെ നാളെ തരാം. അതെ, ആദ്യം സ്വന്തം കണ്ണിലെ കോലെടുത്തിട്ട് വേണം മറ്റുള്ളവരുടെ കണ്ണിലെ കരടെടുക്കാൻ. ചൂടാവുമ്പോ ഉമയെ കാണാൻ നല്ല ഭംഗിയാ. ആണോ? ഉമ എന്താ എന്നും ചായ എന്നിട്ട് പെട്ടെന്ന് പോരുന്നത്? അയ്യോ, നാളെ മുതൽ ചായ തന്നിട്ട് ഞാൻ പിറ്റേന്ന് പോന്നോളാം. മതിയോ? ഉമയുടെ ഹ്യൂമർ സെൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഉമ, എനിക്ക് തന്നോടൊരു കാര്യം പറയണ്ടേ? എന്താ? അല്ല, നമ്മൾ തമ്മിൽ ഇങ്ങനെ കാണുന്ന കാര്യം മറ്റ് പ്രദേശത്ത് അറിയണ്ട. അറിഞ്ഞാല് എനിക്ക് തള്ളു വയ്ക്കും. മോളെ ഇവ കള്ളനാ, പറയുന്നത് വിശ്വസിക്കല്ലേ. അല്ല പൊന്നെ പറയട്ടൊക്കെ കുളം കലക്കി പരത്തിട്ട് എടുത്തപ്പോ തൃപ്തി അല്ലല്ലേ? ദേ സി അറിഞ്ഞ് തീരാറായെന്നൊന്നും ഞാൻ വിചാരിക്കില്ലട്ടോ. എടാ, രാവിലെ ഒരു ഗ്ലാസ് ചായ തരുന്ന കൊച്ച നീ ആയിട്ട് ഇല്ലാതാക്കരുത്. നിങ്ങളെ കേശവൻ പിള്ളയല്ല, ശവം പിള്ളയാണ്. വെറുതെ അല്ല മക്കൾ ഇവിടെ കൊണ്ടൊന്ന് പണ്ടാറടങ്ങിട്ട് പോയത്. കയ്യിലിരിപ്പിതല്ലേ മോനെ. നിനക്കൊരു ഭാവി ഉള്ളതാ. ഇയാളുടെ കൂടെ നടന്നാന്ന് നശിപ്പിക്കരുത്. കേശവൻ പിള്ള റോജുവനെ, ഇവനെങ്ങനെ വിട്ടാ പറ്റൂല. ഇവനിട്ടൊരു പണി കൊടുക്കണം. ഇത്രയും വേണോ അപ്പൂപ്പ? വേണം. അവൻ നമ്മളോട് പറഞ്ഞതനുസരിച്ച് നോക്കുമ്പോ ഇത്രയെങ്കിലും ചെയ്യണം. രാവിലെ കൊടുത്താ മതി. ഇത് വായിച്ച് അവരത് ശരിക്ക് കുളിര് കോരട്ടെ.